ശബരിമലയിലെ സ്വാമി അയ്യപ്പൻ്റെ ജന്മദിനമായ ഏപ്രിൽ 1-ന് കേരളത്തിലെ വിശ്വാസികൾ വീടുകളിൽ ചിരാത് തെളിയിക്കണമെന്ന് പറയുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ വൈകിട്ട് ഹരിവരാസനം പാടുന്നവരെ വിളക്ക് തെളിയിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ചെങ്ങന്നൂരിൽ BJPയുടെ നേതൃത്വത്തിൽ നടത്തിയ വിശ്വാസ ജനസഭ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസികളെ നശിപ്പിക്കാൻ മുതിർന്ന ആളുകൾക്കുള്ള ചിതയൊരുക്കുന്ന അഗ്നിയാണെന്ന് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഏപ്രിൽ 1-ന് അയ്യൻ ജന്മജ്യോതി തെളിയും. കേരളത്തിലെ ഈ ദീപപ്രഭ മകരവിളക്കിൻ്റെ പ്രഭ പോലെ തെളിഞ്ഞ് നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും സുരേഷ് ഗോപി പറയുന്നു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മനസ്സിലാക്കണം, അവരൊന്നും തങ്ങളുടെ അയ്യന് മുകളിൽ അല്ല എന്നത്. 2014 മോദിയെ കണ്ടതിന് ശേഷമല്ല തനിക്ക് അയ്യപ്പ വിശ്വാസമുണ്ടായത്. 73 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താൻ ആദ്യം ശബരിമലയിൽ പോയത്. അതിനുശേഷം 50-ന് മേലെ തവണ ശബരിമല ചവിട്ടിയുള്ള പെരിയസ്വാമിയാണെന്ന് താൻ പറയുന്നില്ല. പക്ഷേ ഞാൻ അൻപസ്വാമിയാണ്. നേരത്തെ പലതവണ താനിത് പറഞ്ഞപ്പോൾ ജാതിയുമായി വിമർശിച്ച കോമരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് മതേതരത്വത്തിനായി പോരാടുന്നവർ. അയ്യൻ തനിക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെയാണെന്ന് കൂടെ സുരേഷ് ഗോപി പറഞ്ഞു. അയ്യപ്പൻ്റെ ജന്മദിനമായ പൈങ്കുനി ഉത്രം ദിനമായ ഏപ്രിൽ 1-ന് കേരളത്തിൽ വിശ്വാസികളുടെ ഭവനങ്ങളിൽ ചിരാത് തെളിയിക്കണം എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. 50-ലേറെ തവണ മല ചവിട്ടി എങ്കിലും അയ്യപ്പനെ കാണാൻ എന്തിനാണ് പോകുന്നത് എന്ന് മനസ്സിലാകാത്ത ഒരാളാണ് ഈ സഹമന്ത്രി സുരേഷ് ഗോപി. അയ്യപ്പൻ്റെ നടയിൽ എഴുതി വച്ചിരിക്കുന്ന തത്വമസി എന്ന ആപ്തവാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട്. ഞാൻ അൻപസ്വാമിയാണ് എന്നൊക്കെ പറയുവാൻ ചെറിയ വിവരക്കേടൊന്നും പോരാതെ വരും. അഴകിയ സ്വാമി എന്നാണെങ്കിൽ അത് കൃത്യമായിരുന്നേനെ. ശബരിമല ക്ഷേത്രത്തിന് മുൻപിൽ എഴുതിയിരിക്കുന്ന ഒരു വചനമാണ് തത്വമസി എന്നത്. മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം അത് നീയാകുന്നു എന്നാണ്. ഉപനിഷത്തുകളിൽ പറയുന്ന 4 മഹാവാക്യങ്ങളിൽ ഒന്നാണ് തത്വമസി. വേറെയും 3 മഹാവാക്യങ്ങൾ കൂടി ഉപനിഷത്തുകളിൽ കാണാവുന്നതാണ്. അഹം ബ്രഹ്മാസ്മി അഥവാ ഞാൻ ബ്രഹ്മമാകുന്നു. പ്രജ്ഞാനം ബ്രഹ്മ അഥവാ ബ്രഹ്മം പരമാർത്ഥമാകുന്നു. അയം ആത്മബ്രഹ്മം അഥവാ ഉള്ളിൽ വസിക്കുന്ന ജീവാത്മൻ ബ്രഹ്മത്തിന് തുല്യമാണ്. ഇതാണ് ആ മഹാവാക്യങ്ങൾ. ഇതൊന്നും അറിയാതെയാണ് ഏപ്രിൽ 1-ന് അയ്യപ്പൻ്റെ ബർത്ത്ഡേക്ക് ചിരാത് തെളിയിക്കാൻ അദ്ദേഹത്തിൻ്റെ അനുജൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അയ്യപ്പൻ്റെ ജന്മദിനത്തിന് നമ്മൾ കയ്യിൽ നിന്നും കാശ് മുടക്കി ചിരാതും വിളക്കെണ്ണയും തിരിയും വാങ്ങി കത്തിച്ചു വെക്കണം എന്നാണ് സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. തൃശ്ശൂരുകാർ നമുക്ക് നൽകിയ ഒരു വരദാനമാണ് ഈ മഹാനായ MP. ഇദ്ദേഹത്തെ മന്ത്രി ആക്കുന്നതിന് പകരം എവിടെയെങ്കിലും തന്ത്രിയാക്കി വെച്ചിരുന്നെങ്കിൽ നാട്ടുകാർക്ക് ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഇദ്ദേഹത്തിന് അയ്യപ്പൻ മൂത്ത സഹോദരനാണത്രേ. ആരോ ഒരാൾ ഒരു പോസ്റ്റിൽ കമൻറ്റിൽ പറയുന്നത് കണ്ടിരുന്നു. സുരേഷ് ഗോപിയുടെ മക്കൾ സ്വാമിയെ വല്യച്ച എന്ന് വിളിച്ചാണ് ശബരിമലയിൽ പോയതെന്ന്. മീനമാസത്തിലെ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്രതമാണ് പൈങ്കുനി ഉത്ര വ്രതം. ശിവപാർവതിമാരുടെ കല്യാണം നടന്നതും ഇവരുടെ പുത്രനായ സുബ്രഹ്മണ്യനും ദേവസേനയും തമ്മിലുള്ള തിരുമണവും നടന്നത് പൈങ്കുനി ഉത്രത്തിനാണെന്നാണ് വിശ്വാസം. ഹിമവാന്റെ പുത്രിയായ പാർവതി ദേവി തപസ് മുടക്കി ശിവനെ സ്വന്തമാക്കിയതും ഈ ദിവസമാണെന്ന് പറയുന്നു. അയ്യപ്പൻ്റെ ജനനമൊക്കെ ഇപ്പോഴും ഭക്തർ പോലും സ്ഥിരീകരിക്കാത്ത അവസ്ഥയാണ്. മോഹിനി വേഷം ധരിച്ച് സ്ത്രീയായ മഹാവിഷ്ണുവിനെ കണ്ട് മോഹിച്ച പരമശിവന് മോഹിനിയിൽ ഉണ്ടായ കുഞ്ഞാണ് അയ്യപ്പനെന്ന് പറയുന്നു. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷകൻ എന്നാണ് അയ്യപ്പ സ്തുതികളിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഏപ്രിൽ 1-ന് ആഘോഷിക്കാനാണ് സുരേഷ് ഗോപി സാർ പറയുന്നത്. ഏപ്രിൽ 1 ലോകമെമ്പാടും ലോക വിഡ്ഢിദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. RSS സ്ഥാപക നേതാവായ ഹെഡ്ഗേവാറിൻ്റെ ജന്മദിനവും ഏപ്രിൽ 1-ന് തന്നെയാണ്. അതുകൊണ്ട് ഈ വർഷം ഏപ്രിൽ 1-ന് ചിരാത് കത്തിക്കുമ്പോൾ അത് അയ്യപ്പന് വേണ്ടി തന്നെയാണെന്ന് ഉറപ്പാക്കാൻ സ്വാമിയുടെ ഒരു ഫോട്ടോ കൂടെ ഭക്തർ അതിൻ്റെ അരികിൽ വെക്കേണ്ടതാണ്.